എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീശ്വരന്മാരെ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, നീ പ്രശ്നങ്ങളുടെ നടുവിലാണോ? നീ ജോലി നഷ്ടപ്പെട്ടവനാണോ? ഹല്ലേലൂയ. ശത്രു നിന്നെ വേട്ടയാടുന്നുണ്ടോ? നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ? നിന്നിലെ നന്മ ആരും കാണുന്നില്ലേ? ഹല്ലേലൂയ. മൊത്തത്തിൽ ജീവിതത്തിൽ പരാജയമാണോ? ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ വചനം നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങൾ നടുവൊന്നും കർത്താവ് നിന്നെ വലിച്ചെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ നീ വഴിതെറ്റി പോകാതിരിക്കുവാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 18:16 അവൻ സ്വർഗത്തിൽ നിന്നും കരം നീട്ടി നിന്നെ പിടിച്ചിരിക്കുന്നു, പെരുവെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. ഹല്ലേലൂയ. അവിടെ സാക്ഷ്യമാണ്, സ്വർണ്ണ ഗീതമാണ്, മഷിക ഗീതമാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിന്നെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ ആരുമില്ലേ? ശങ്കിക്കേണ്ട. സ്വർഗത്തെ പിതാവ് നിന്റെ കരം പിടിച്ചിരിക്കുന്നു. നീ പതറേണ്ട ആവശ്യമില്ല. സന്തോഷിക്കുക. അവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു, അവൻ ആനന്ദിക്കുന്നു. ആകയാൽ നീ ആനന്ദിക്കണം. ഹല്ലേലൂയ. നീ പ്രശ്നങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ അവൻ പെരുവെള്ളത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് വലിച്ചെടുത്തതുപോലെ നിന്നെ ഈ രാത്രിയിൽ കർത്താവ് വലിച്ചെടുക്കാനായി പോവുകയാണ്. ആകയാൽ സന്തോഷിച്ചു ഉല്ലസിക്കുക. സ്വർഗത്തിൽ ഒരു പിതാവുണ്ട് നിനക്കായി കരുതുന്നവൻ, നിന്റെ കരം പിടിച്ചിരിക്കുന്നവൻ. പ്രശ്നങ്ങളിൽ നിന്ന് നീ നശിച്ചു പോകാതിരിക്കാൻ നിന്നെ ആ പ്രശ്നങ്ങൾ നടുവെന്ന് വലിച്ചെടുക്കുന്നവൻ. ഹല്ലേലൂയ. കർത്താവേ, കർത്താവ് ചോദിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര നല്ല വചനം നൽകിയ കൃപയെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ദാവീദ് പറഞ്ഞ പോലെ കർത്താവേ, ഈ സാക്ഷ്യം ഞങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളോട് പറയുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണമേ. അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ചിരിക്കുന്നുവെന്നും പ്രശ്നങ്ങളുടെ നടുവെന്നും പ്രയാസങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും അവിടുന്ന് ഞങ്ങളെ വലിച്ചെടുത്തിരിക്കുന്നുവെന്നും പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആകയാൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച്, അവിടുത്തെ ആത്മാവിനെ അയച്ച് ഒരു നല്ലൊരു ഉണർവ് ആത്മീയ ശക്തി ഞങ്ങൾക്ക് നൽകുമാറാണമേ. പ്രാർത്ഥന കൃപയായി സ്തോത്രം. ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.